ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാനൊരു തൈര് കറിയുടെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക, ലൈക്ക് അടിക്കുക, കമൻ്റ് ഇട്ട് സപ്പോർട്ട് ചെയ്യുക. കറി വെക്കാനൊന്നും ഇല്ലാത്ത സമയത്ത് ആരും വിഷമിക്കേണ്ട, ഒരിത്തിരി തൈരുണ്ടെങ്കിൽ കുശാലമായി അന്നത്തെ ചോറ്. നമുക്കിന്നൊന്ന് തൈര് കറി ഒന്ന് ഉണ്ടാക്കി നോക്കാം. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസുകൾ എന്തെല്ലാമെന്ന് നമുക്ക് കാണാം. വീഡിയോ മുഴുവനായി കാണുക, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക, വീഡിയോ ലൈക്ക് അടിച്ച് കമൻ്റ് ഇട്ട് സപ്പോർട്ട് ചെയ്യുക. തൈര് നമുക്കിനി ഒന്ന് പൊട്ടിച്ച് പറഞ്ഞു കൊടുക്കാം. തൈരിനേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഇതൊക്കെ: പച്ചമുളക്, മഞ്ഞപ്പൊടി, ഉപ്പ്, കടുക്, ഉലുവ, കായപ്പൊടി, ഇതൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത്. നമുക്ക് പച്ചമുളകിൻ്റെ നടുക്കൊരു കീറ് കൊടുക്കാം. ഞാൻ 4-5 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. എരിവില്ലാത്തത് കൊണ്ട് നിങ്ങൾ എരിവിന് ആവശ്യമായിട്ട് എടുക്കുക. ഇതേപോലെയാണ് കീറിയെടുക്കേണ്ടത്. എല്ലാ മുളകും കീറിയെടുക്കുക. ഇനി ഗ്യാസ് കത്തിക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെക്കാം. ഇനി ഇതിലേക്ക് ലേശം വെളിച്ചെണ്ണ വയ്ക്കാം. നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. കടുകും ഇട്ട് കൊടുക്കാം. അത് പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഈ മുളകൾ ഇതേപോലെ വെളുത്ത് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലവണ്ണം എല്ലാം ഒന്ന് വെളുത്ത് വരട്ടെ. പൊട്ടിത്തെറിക്കുന്നുണ്ട്, അതെല്ലാം ഒന്ന് സൂക്ഷിച്ചാൽ. ചായ വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് മഞ്ഞളും ഉപ്പും ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതാണ് കായപ്പൊടിൻ്റെ അളവ്. നമുക്കിത് തൈരിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എൻ്റെ ലേശം കരിഞ്ഞു പോയിട്ടുണ്ട്. ഒന്ന് നല്ലോണം ഇളക്കി മിക്സ് ചെയ്യുക. ആവശ്യത്തിനുള്ള ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതെൻ്റെ നല്ലൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ട്. ഇതേപോലെ കരിയാൻ പാടില്ല. കൈ പൊള്ളിയത് കൊണ്ടാണ് എൻ്റെ കരിഞ്ഞത് അറിയാതായിപ്പോയത്. ഇതേപോലെ നല്ലോണം ഇളക്കി മിക്സ് ചെയ്യുക. ഇത് നമ്മൾ നല്ലോണം ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് കഴിക്കാം. ചോറ് കഴിച്ച് നോക്കാം. കറിയും കഴിച്ച് കർമ്മൂസ് ഉപ്പേരി ഉണ്ട് കേട്ടോ. ഒരു അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾ ഇതൊന്ന് ആക്കി നോക്കണം, ഉറപ്പാണ്. ഇതിൻ്റെ ഒന്നും വേറെ ഒരു കറി ആവശ്യമില്ല. ഇതന്നെ ധാരാളം.